കഷ്ടപ്പെട്ടാലേ നമുക്കൊരു സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. പിന്നെ എത്തിപ്പെട്ട സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമായതുകൊണ്ട് ആ ജോലി നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്നു. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കാരണം നോബ് ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഭയങ്കര റയറായിട്ടാ. ആ കൈ ഇങ്ങനെ എഴുതിക്കൊണ്ട് വന്നു. നമ്മള് ഇത് ആഗ്രഹിച്ച് ചെയ്തതാണല്ലോ, ആരും നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ല. നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഇറങ്ങി തിരിച്ചു അത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഒരുമാതിരിയൊക്കെ എങ്ങനെയൊക്കെ എത്തി. അപ്പോൾ അത് നമുക്ക് എപ്പോഴും സന്തോഷമാണ്. അത് ഇപ്പം ചെയ്യുന്നവരാണെങ്കിൽ അവരൊക്കെ എയിം അത് തന്നെയാണ്. കണ്ടന്റ് ചെയ്യുന്നവരൊക്കെ കുറേ പേരുടെയൊക്കെ ആഗ്രഹം സിനിമ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരൊക്കെ എത്തും. അവർ എല്ലാവരും പണിയെടുക്കുന്നുണ്ട്. പണിയെടുക്കുന്നവരൊക്കെ എന്തായാലും എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. ആഗ്രഹം മാത്രമല്ല പണിയെടുക്കണം. പിന്നെ ആഗ്രഹം മാത്രം പിടിച്ചോണ്ടൊന്നും ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് സിനിമയിൽ കയറാൻ ആഗ്രഹമുണ്ട്, അത് വന്നിട്ട് കാര്യമില്ല. ഇപ്പം നോബിച്ചേട്ടനൊക്കെ ആണെങ്കിൽ പണ്ട് മിനി സ്ക്രീൻ ആയിരുന്നു, നമ്മുടെ ടി വിക്കകത്ത് സ്കിറ്റ് ആയിരുന്നു. ഞങ്ങളുടെ ഇതിലേക്ക് വന്നപ്പോൾ അത് വീണ്ടും ചെറിയ സ്ക്രീനായി, ഫോണിലേക്ക് വന്നു. അപ്പം ജനറേഷൻസ് മാറിയാലും പക്ഷേ പരിപാടികൾ അന്നും അവിടെ സ്കിറ്റും പരിപാടിയും നടക്കുന്നു. ഇന്നിവിടെ അത് ചെറിയ രീതിയിലേക്ക് റീൽസ് ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇതിൽ വരുമ്പോൾ വേറെ എന്തെങ്കിലും പുതിയ പരിപാടികളായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ എപ്പോഴും ഒരു വഴി ഉണ്ടാവും. അപ്പോൾ അത് നോക്കുക, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. സന്തോഷമുണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ. പിന്നെ നമ്മളൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ചെയ്യുന്ന എനിക്ക് സിജു ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ആൾക്കാർ ചൂരലുണ്ടായിരുന്നു. ഇല്ല നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരുപാട് പേര് ഇതുപോലെ കണ്ടന്റ് റീലൊക്കെ ചെയ്ത് കയറി വരാൻ വേണ്ടി നടക്കുന്നുണ്ട് ഒരുപാട്. അങ്ങനെ കയറി വരട്ടെ. പിന്നെ അതൊരു വരുമാനമായി. ഞാനൊക്കെ ചെയ്ത സമയത്ത് നമുക്കൊന്നും അങ്ങനെ വരുമാനം ഒന്നും അത്രയൊന്നും അറിയിച്ചില്ലായിരുന്നു. ഫോളോവേഴ്സൊക്കെ കുറവായിരുന്നെങ്കിലും ചെയ്യുന്നു. പക്ഷെ ഇപ്പം മാറി. ഇപ്പം അവരൊരു ഫോളോവേഴ്സ് ഇത്ര ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു വീഡിയോ ഒരു ബ്രാൻഡിന് വേണ്ടി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏണിങ്സ് ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. അതറിയാത്തവരാണ് മറ്റേ വല്ല പണിക്കും പോടാ എന്നൊന്ന് കമന്റ് ഇടുന്നത്. അവന്മാർ ആ ഒരു പണി എടുത്തതിന് അവർക്ക് കിട്ടിയ എമൗണ്ട് എത്ര ഇവർക്ക് അറിയത്തില്ല. നല്ലൊരു എമൗണ്ട് അവർക്ക് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാത്യുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, മോൻ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? നിങ്ങളിപ്പം നിങ്ങൾക്ക് ഇതിൽ ഏണിങ്സ് കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ഒരു പാഷനാണ് ഫോളോ ചെയ്യുന്നത്, എങ്കിലും വല്ല ജോലി നോക്കിക്കൂടെ എന്ന ചോദ്യം ഇപ്പോഴും കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ നാട്ടില് അറിയത്തില്ല നമുക്ക് ഇതിനകത്ത് ഏണിങ്സ് കിട്ടുന്നുണ്ടോ, അതോ അവര് പോകുന്നു അഭിനയിക്കുന്നു തിരിച്ചു വരുന്നു. നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് വല്ലതും കിട്ടുമോ, ഇതുമായിട്ട് തന്നെയൊക്കെ മുന്നോട്ട് പോകാനാണോ പ്ലാന്, അങ്ങനത്തെ അത് അവർക്ക് അറിയാത്തണ്ടാട്ടോ. ഇത് എന്താണെന്നൊന്നും അറിയത്തില്ല. ഇപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്നത് സിനിമയ്ക്ക് പോയാലും ഫുഡ് വരെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കണം, പോയി അഭിനയിക്കണം, ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ നമ്മൾ തന്നെ മേടിക്കുന്ന എന്നൊക്കെ കരുതുന്നവരാണ്. അവർക്കറിയത്തില്ല ഇത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നും, കോസ്റ്റ്യൂമിന് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫുഡിന് അതൊന്നും അറിയത്തില്ല. ഇപ്പൊ ട്രാവൽ ആണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് എല്ലാം പ്രൊഡക്ഷനാണ്. പക്ഷേ വിചാരിക്കുന്നത് അതെല്ലാം നമ്മുടെ ചിലവാണ്, നമ്മുടെ ആഗ്രഹം കൊണ്ട് അഭിനയിച്ചിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളൊരിതാണ്. അത് അവരാൻ കുഴപ്പമില്ല. കുറച്ച് സിനിമ അകത്തുള്ളവർക്കല്ലേ അതിനെപ്പറ്റി കുറച്ചുകൂടെ കൂടുതലായിട്ട് അറിയത്തുള്ളൂ. ഇത് പണ്ട് തുടങ്ങി, ഇന്ന് ചിലപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും. പണ്ട് തുടക്കത്തിൽ തുടങ്ങി ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്ന ഒരാളെന്നതിൽ ഇതേ ചോദ്യങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടോ? പിന്നെ അല്ല, നമുക്ക് കഷ്ടപ്പെട്ടാലേ നമുക്കൊരു സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. പിന്നെ എത്തിപ്പെട്ട സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമായതുകൊണ്ട് ആ ജോലി നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്നു. കാരണം നോബ് ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഭയങ്കര റയറായിട്ടാ. ആ കൈ ഇങ്ങനെ എഴുതിക്കൊണ്ട് വന്നു.